Good morning all students. ME 302 Heat and Mass Transfer. ഈ വീഡിയോ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് യൂണിവേഴ്സിറ്റി പ്രോബ്ലംസാണ് ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തന്നിരുന്നത്. അപ്പോൾ ആ കുറച്ച് പ്രോബ്ലംസ് ദെൻ ബാക്കി ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വി ആർ ഗോയിങ് ടു ഫസ്റ്റ് പ്രോബ്ലം. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം, ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. In a double pipe heat exchanger, hot water flows at a rate of 14 kg per second and get cooled from 370 Kelvin to 340 Kelvin. At the same time, 14 kg of per second of cooling water at 303 Kelvin enters the heat exchanger. The flow conditions are such that the overall heat transfer coefficient remains constant at 2270 watt per meter square Kelvin. Determine the effectiveness and heat transfer area required assuming two streams are in parallel flow. Assume the specific heat for the both streams are 4.2 kilojoule per kilogram Kelvin. Okay, അപ്പോൾ ഒരു ഡബിൾ പൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. സോ ദിസ് മൊഡ്യൂൾ 4 ഹീറ്റ് എക്സ്ചേഞ്ചറിലുള്ള ഡബിൾ പൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് ഇറ്റ്സ് എ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. സോ ഒരു ഹോട്ട് വാട്ടർ ഉണ്ട്, കോൾഡ് വാട്ടർ ഉണ്ട്. ഹോട്ട് വാട്ടർ ഇൻലെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ 370 Kelvin ആൻഡ് എക്സിറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ 340 Kelvin. കൂളിംഗ് വാട്ടർ എൻ്റർ ചെയ്യുന്ന ടെമ്പറേച്ചർ മാത്രമേ തോന്നിയിട്ടുള്ളൂ 303 Kelvin. ദെൻ ബോത്ത് മാസ് ഫ്ലോ റേറ്റ് ഈസ് 14 kg per second. ആൻഡ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട് 2270 watt per meter square Kelvin. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എഫക്റ്റീവ്നെസ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ. ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ, എഫക്റ്റീവ്നെസ്സും ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയയും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ വരുന്ന വൺ ഓഫ് ദി ഇക്വേഷനാണ് Q ഈസ് ഈക്വൽ ടു യു എ ദെൻ തീറ്റ എം. ഓക്കെ, യു എ തീറ്റ എം, യു എ ഇൻറ്റു ലോഗറിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇനി ലോഗറിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ വി നീഡ് 4 ടെമ്പറേച്ചേഴ്സ്, 4 ടെമ്പറേച്ചർ നമുക്ക് വേണം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടെമ്പറേച്ചർ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഏതൊരു പ്രോബ്ലത്തിലായാലും 3 ടെമ്പറേച്ചറേ ഉള്ളൂ. 4ാമത്തെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ദാറ്റ് ഈസ് എനർജി ബാലൻസ്. എത്രയാണോ ഹോട്ട് വാട്ടർ ലീവ് ചെയ്യുന്ന എനർജി അത്രയും തന്നെ എനർജി കോൾഡ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ള കൺസിഡറേഷനാണ് എനർജി ബാലൻസ് ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗിവൺ വാല്യൂസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ദെൻ വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് കൺസിഡറേഷൻ ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കോൾഡ് വാട്ടർ എക്സിറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ആ കോൾഡ് വാട്ടർ എക്സിറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എനർജി ബാലൻസ് ഇക്വേഷനിലോട്ട് പോകാം. That is heat lost by the hot water is equal to heat gained by the cold water. That is mH Cph Th1 minus Th2 is equal to mc Cpc Tc2 minus Tc1. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എംഎച്ചിൻ്റെ 14 ദെൻ CpH 4.2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get Tc2 equal to 333 Kelvin. ഇവിടെ നമുക്ക് 4.2 കിലോ ജൂളാണ്, നമുക്കതിനെ ജൂളായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ രണ്ട് സൈഡും 10⁻³ ക്യാൻസൽ ചെയ്ത് പോകും, അതാണ് ഞാൻ എഴുതാത്തത്. ഈ രണ്ട് വാല്യൂസും ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ Tc2 equal to 333 Kelvin. നമുക്ക് 4 ടെമ്പറേച്ചറും കിട്ടിയ സ്ഥിതിക്ക് വി ക്യാൻ ഡ്രോ ദി ഗ്രാഫ് എന്തായാലും വരച്ചിരിക്കണം. ഗ്രാഫിന് മാർക്ക് ഉണ്ട്. സോ ഹോട്ട് വാട്ടർ ദ ടെമ്പറേച്ചർ ഈസ് ഡിക്രീസിങ്, കോൾഡ് വാട്ടർ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസിങ്. ഇറ്റ്സ് എ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇതിൻ്റെ ഗ്രാഫ് ഞാൻ വരച്ചു. ദെൻ ഇവിടെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ദാറ്റ് ഈസ് LMTD കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, ഈ ഇക്വേഷനിലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. LMTD is theta m is equal to theta1 minus theta2 by ln theta1 by theta2. അപ്പോൾ θ1 എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഗ്രാഫ് നോക്കുക. ഗ്രാഫിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് θ1 ദാറ്റ് ഈസ് Th1 മൈനസ് Tc1 മൈനസ് θ2 എന്താണ് ഗ്രാഫിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ദാറ്റ് ഈസ് Th2 മൈനസ് Tc2. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ദി LMTD വാല്യൂ ആസ് 26.56 ഡിഗ്രി സെൽഷ്യസ് ഓർ 26.56 കെൽവിൻ. ഓക്കെ, നമുക്ക് കെൽവിനിലാണ് തന്നിട്ടുണ്ടെങ്കിൽ കെൽവിൻ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് LMTD വാല്യൂ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമുക്ക് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ കണ്ടുപിടിക്കുക. സോ നമുക്ക് അവൈലബിൾ ഇക്വേഷൻ പറഞ്ഞാൽ Q ഈസ് ഈക്വൽ ടു യു എ തീറ്റ എം ആണ്. യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കോൾഡ് ഫ്ലൂയിഡ് ഓർ ഹോട്ട് ഫ്ലൂയിഡ്. അപ്പോൾ നമുക്കിവിടെ ഹോട്ട് ഫ്ലൂയിഡ് എടുക്കാം. 14 ഇൻറ്റു 4.2 ഇൻറ്റു 10⁻³ ഇൻറ്റു 370 മൈനസ് 340 ഈസ് ഈക്വൽ ടു യു ഇൻറ്റു എ ഇൻറ്റു തീറ്റ എം. So from there we can find out the heat transfer area is 29.25 meters square.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫക്റ്റീവ്നെസ് ആണ്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ബൈ മാക്സിമം. അപ്പം ആക്ച്വൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആക്ച്വലായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് MHCpS TH1 - TH2. ഓക്കെ, ദിസ് ഇസ് ദ ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ. എത്രയാണ്? ഹോട്ട് വാട്ടറിൽ നിന്നാണല്ലോ നമുക്ക് ഹീറ്റ് ലോസ് ആയി പോകുന്നത്. സോ അവിടെ നിന്ന് വരുന്ന ആക്ച്വലായിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് MHCpS TH1 - TH2. ഇനി മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ് വരുന്നത്? ഹോട്ട് വാട്ടറിൻ്റെ ഇൻലെറ്റും കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ആണ് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ. ദാറ്റ് ഈസ് MCCpC TH1 - TC1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ എഫക്റ്റീവ്നെസ് അറ്റ് 0.4471. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഫാക്ടർ ഇതൊരു പാരലൽ ഫ്ലോ ആണ്. സോ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ LMTD കണ്ടുപിടിക്കുക. ആ LMTD വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഏരിയ. ദെൻ Q ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ഹോട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടുള്ള Q മാക്സിമം എന്ന് പറഞ്ഞാൽ ഹോട്ട് വാട്ടറിൻ്റെ ഇൻലെറ്റും കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ Q. ഓക്കെ, MCCpC ആണ്, ദാറ്റ് ഇസ് കോൾഡ് വാട്ടർ ാണ് എടുക്കേണ്ടത്. MCCpC TH1 - TC1. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഞാൻ പ്രോബ്ലം വായിക്കാം. ദെൻ ഐ വിൽ എക്സ്പ്ലെയിൻ ഫ്രം വിച്ച് മോഡ്യൂൾ ഇറ്റ് ഈസ്. An electric heating system is installed in the ceiling of the room in the dimension 5 meter into 5 meter into 2.5 meter. The temperature of the ceiling is 350 Kelvin, and whereas under equilibrium condition the wall are at 300 Kelvin. If the floor is non-sensitive to radiation and emissivity of the ceiling and wall are 0.75 and 0.65 respectively, calculate the radiant heat loss from the ceiling of the fan. Okay, this is from module 5, radiation module ഉള്ളതാണ്. അവർ തന്നിട്ടുള്ളത് ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഒരു റൂമിൻ്റെ സീലിങ്ങിലാണിത് വച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു 5 മീറ്റർ ഇൻറ്റു 5 മീറ്റർ ഇൻറ്റു 2.5 മീറ്ററാണ് ആ റൂമിൻ്റെ ഡയമെൻഷൻ. ആ സീലിങ്ങിൻ്റെ ടെമ്പറേച്ചർ 350 Kelvin ആണ്. അതേസമയം വാളിൻ്റെ ടെമ്പറേച്ചർ 300 Kelvin ആണ്. സോ 350ൽ നിന്നും 300ലോട്ട് ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ബൈ മീൻസ് ഓഫ് റേഡിയേഷൻ ആണ് നടക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എത്രയാണ് ആ ഒരു വാളിൻ്റെ സീലിംഗ് ടു ഫാൻ വാൾ എത്രയാണ് ഹീറ്റ് ലോസ് നടക്കുന്നത്? ഓക്കെ, അപ്പം സീലിങ്ങിനാണ് ഹീറ്റിംഗ് സിസ്റ്റം ഉള്ളത്. ആ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും വാളിലോട്ട് എത്രയാണ് ലോസ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രയാണ് ട്രാൻസ്ഫർ ആവുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സീലിങ്ങിൻ്റെയും വാളിൻ്റെയും എമിസിവിറ്റി തന്നിട്ടുണ്ട്. സോ ഐ ഡ്രോൺ ദ ഫിഗർ ലൈക്ക് ദിസ്. വാൾ ഉണ്ട്, സീലിംഗ് ഉണ്ട്, ഡയമെൻഷൻസ് എല്ലാം എഴുതി, ടെമ്പറേച്ചർ എഴുതി, എമിസിവിറ്റി എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രണ്ട് സർഫസ് ഉള്ളപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു സർഫസ്. രണ്ട് സർഫസ് ഉള്ളപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഒരു ഗ്രേ ഫാക്ടർ എന്നുള്ളൊരു FG എന്നുള്ളൊരു ഗ്രേ ഫാക്ടറാണ് അവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ എഴുതാം. റേഡിയൻ ഹീറ്റ് ലോസ് ഫ്രം സീലിംഗ് ടു ഫാൻ എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു നമ്മുടെ സാധാ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ഇക്വേഷൻ എന്താണ്? Q ഈസ് ഈക്വൽ ടു A1 സിഗ്മ T1⁴ - T2⁴. ബട്ട് ഇതൊരു ഗ്രേ ബോഡിയാണ്. ഗ്രേ ബോഡി ആയതുകൊണ്ട് നമുക്ക് രണ്ട് സർഫസ് തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആയതുകൊണ്ട് വി ക്യാൻ കൺസിഡർ FG1 - 2 എന്ന ഫാക്ടർ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ FG1 - 2 എന്ന ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇറ്റ്സ് എ ഇക്വേഷൻ ഫോർ പാരലൽ പ്ലേറ്റ്സ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പ്ലേറ്റ്സ് തമ്മിലുള്ളതാണെങ്കിൽ FGയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/1 - എമിസിവിറ്റി 1/എമിസിവിറ്റി 1 പ്ലസ് 1/F12. F12 എന്നാണ് ഷേപ്പ് ഫാക്ടർ. ഓക്കെ, പ്ലസ് 1 - എമിസിവിറ്റി 2/എമിസിവിറ്റി 2 ഇൻറ്റു A1/A2. ശ്രദ്ധിക്കുക, ദിസ് ഈസ് ദ ഗ്രേ ഫാക്ടർ ഫ്രം ദ സർഫസ് 1 to 2. അതുകൊണ്ടാണ് ആദ്യം എമിസിവിറ്റി ഓഫ് 1 വന്നു, ആദ്യം എമിസിവിറ്റി ഓഫ് 1 വന്നു, ദെൻ എമിസിവിറ്റി ഓഫ് 2 ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഏരിയ. ഓക്കെ, അപ്പം ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഏരിയ വേണം. ഫസ്റ്റ് ഏരിയ 5 × 5, സെക്കൻഡ് ഏരിയ ഇസ് 5 × 2.5. നമ്മളൊരു സിംഗിൾ വാളേ എടുക്കുന്നുള്ളൂ. ദെൻ അതിനുശേഷം അറ്റ് ലാസ്റ്റ് നമുക്ക് 4 വാളും കൺസിഡർ ചെയ്യാം. അപ്പം ആദ്യം ഞാൻ സിംഗിൾ വാളിൻ്റെ ഏരിയ മാത്രം എടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിന് ശേഷം അപ്പോൾ ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇനി നമുക്കിത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എമിസിവിറ്റി ഓഫ് 1ഉം എമിസിവിറ്റി ഓഫ് 2ഉം ഉണ്ട്, ഏരിയ ഉണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് F12, ദാറ്റ് ഇസ് ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കണം. നമുക്ക് ഷേപ്പ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ മീൻസ് ഓഫ് എ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഡേറ്റ ബുക്ക്. ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഡേറ്റ ബുക്ക് വെച്ചിട്ട് F12 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ട ഫസ്റ്റ് വി നീഡ് Z/X വേണം. Z/X ദാറ്റ് ഈസ് 2.5/5. Z എന്ന് പറഞ്ഞാൽ Z dimension by X dimension 0.5, Y dimension by X dimension it is 1. അപ്പം നമുക്ക് ഡേറ്റ ബുക്ക് എടുത്തിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ
two perpendicular surface, that is it is sharing one common side. ഒരു common side ഷെയർ ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസിൻ്റെ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കുക. അത് ഡേറ്റാ ബുക്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. ഡേറ്റാ ബുക്കിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ വി വിൽ ഗെറ്റ് F12 is 0.15. സോ ആ 0.15 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് FG122 is 0.1238 ആണ് കിട്ടുന്നത്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ക്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് വി വിൽ ഗെറ്റ് ഇസ് 1211.95 watts. ഇനി ഇത് ഒരു വാളിലോട്ടുള്ളതാണിത്. 4 വാളിലോട്ടുള്ളതാകുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻറ്റു 4, ദാറ്റ് ഈസ് 4847.8 watts, ദാറ്റ് ഈസ് 4.84 kilowatt. ഓക്കെ, ഇതാണ് നമ്മുടെ ദ എനർജി ദാറ്റ് ഈസ് ലീവിങ് ഫ്രം ദി ceiling to the wall, okay, or energy is losing from the ceiling to the wall. Okay, then we can go to the next question. The effective temperature of a body having an area of 0.12 meter square is 600 degrees Celsius. Calculate the total rate of energy emission, intensity of normal radiation, and the wavelength of maximum monochromatic emissive power. ഓക്കെ, അപ്പം ഇതൊരു റേഡിയേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നമ്മുടെ റേഡിയേഷൻ ലോസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഏരിയ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 600 degrees Celsius. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു കെൽവിൻ, 873 Kelvin. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ റേറ്റ് ഓഫ് എനർജി എമിഷൻ. Total rate of energy emission we can find out by means of Stefan-Boltzmann law. EB is equal to sigma into A into T raised to 4. Sigma value 5.67 into 10 raised to minus 8 into 0.12 into 873 raised to 4. ഇതാണ് നമ്മുടെ ടോട്ടൽ റേറ്റ് ഓഫ് എനർജി എമിഷൻ, ദാറ്റ് ഈസ് 3952.03 watts. ഓക്കെ, ദെൻ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് നോർമൽ റേഡിയേഷൻ. ഇൻറ്റൻസിറ്റി ലബേർട്ട് കൊസൈൻസ് ലോ വെച്ചിട്ട് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ IBN ആണ്, ദാറ്റ് ഈസ് ഇൻ നോർമൽ ഡയറക്ഷൻ, ദാറ്റ് ഈസ് EB by പൈ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ EB നമ്മൾ എടുക്കേണ്ടത് ദാറ്റ് ഈസ് റേറ്റ് പെർ ഏരിയ ആണ് എടുക്കേണ്ടത് EB. ഓക്കെ, അപ്പോൾ നമുക്ക് EB എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? EB is equal to Stefan-Boltzmann constant, that is sigma into T raised to 4 മാത്രം മതി, ഏരിയ വേണ്ട. കാരണം നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് നോർമൽ റേഡിയേഷൻ്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്, ഏരിയ വേണ്ട. സോ EB is equal to sigma into T raised to 4 divided by പൈ ചെയ്യുമ്പോൾ we will get the intensity of radiation 10.483.11 watt per meter square. Then last question is monochromatic wavelength. Okay, sorry, emissive power ഏതാണ്? മാക്സിമം വേവ് ലെങ്ത്. മോണോക്രോമാറ്റിക് വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് സിഗ്മ മാക്സ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 2898 ന്യൂ മീറ്റർ കെൽവിൻ ബൈ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. അപ്പം ഈ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ വെച്ചിട്ട് നമുക്ക് ആ ഒരു ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന മാക്സിമം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ മാക്സ്, ഇറ്റ് ഈസ് 2898 divided by 873 ടെമ്പറേച്ചർ, ആൻഡ് ദ മാക്സിമം വേവ് ലെങ്ത് ഈസ് 3.31 ന്യൂ മീറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ മാക്സിമം വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 സെക്ഷനാണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് നമ്മുടെ റേഡിയേഷൻ ലോസ് യൂസ് ചെയ്യാനുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അവർ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ വായിക്കാം. എയർ അറ്റ് 27 degrees Celsius, ദെൻ എയറിൻ്റെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഡെൻസിറ്റി, വിസ്കോസിറ്റി, ദെൻ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോസ് ഓവർ എ വെസൽ, ഒരു വെസൽ ഉണ്ട്, ആ വെസലിൻ്റെ ഡയമെൻഷൻസ് ലെങ്ത് 500, വിഡ്ത്ത് 620, ഇസ് ഫുൾ ഓഫ് വാട്ടർ. ഈ ഒരു വാട്ടറിൻ്റെ മുകളിൽ കൂടെ ഒരു എയർ വെലോസിറ്റി ഓഫ് 3.5 meters per second എയർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി ആ ഒരു ടോട്ടൽ മൂവിങ് വാട്ടറിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 1.2 atmosphere ആയിരിക്കും. ദെൻ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ ഈസ് 0.0072 bar ആണ്. ഇനി ആ ഒരു വാട്ടറിൻ്റെ ടെമ്പറേച്ചർ, സർഫസ് ടെമ്പറേച്ചർ ഈസ് 21 degrees Celsius. ഇനി വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇവാപറേഷൻ റേറ്റ്. ദെൻ ഗിവൺ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. സോ വെലോസിറ്റി, ലെങ്ത്, വിഡ്ത്ത്, വിസ്കസിറ്റി, ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്, ഡെൻസിറ്റി എല്ലാം തന്നിട്ടുണ്ട്. ദെൻ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ, ദെൻ ടോട്ടൽ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവാപറേഷൻ റേറ്റ്, ദാറ്റ് ഈസ് MW ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം MW കണ്ടുപിടിക്കാൻ നമ്മൾ 2 ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് HMC ഇൻറ്റു A ഇൻറ്റു D ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ
മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഇൻറ്റു ഏരിയ ഇൻറ്റു ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ നമുക്ക് മാസ് എവാപ്പറേഷൻ റേറ്റ് കണ്ടുപിടിക്കാം. അല്ല, നമുക്ക് പ്രഷറാണ് തന്നിട്ടുള്ളതെങ്കിൽ വി ക്യാൻ യൂസ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ചേഞ്ച് ഓഫ് പ്രഷർ. അതും മാസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇവാപ്പറേഷൻ റേറ്റ് കണ്ടുപിടിക്കാം. അപ്പം നമുക്കിവിടെ പ്രഷറാണ് തന്നിട്ടുള്ളത്. സോ വി ക്യാൻ യൂസ് എം ഡബ്ല്യു ഇസ് ഇക്വൽ ടു എച്ച് എം ബി ഇൻറ്റു എ ഇൻറ്റു ഡി പി ഡബ്ല്യു. ഓക്കെ, എഴുതാം. റേഡിയൻ ഹീറ്റ് ലോസ് ഫ്രം സീലിംഗ് ടു ഫാൻ എന്ന് പറയുന്നത് ക്യൂ ഈസ് ഈക്വൽ ടു നമ്മുടെ സാധാ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ഇക്വേഷൻ എന്താണ്? ക്യൂ ഈസ് ഈക്വൽ ടു A1 സിഗ്മ T1 റേസ് ടു 4 മൈനസ് T2 റേസ് ടു 4. ബട്ട് ഇതൊരു ഗ്രേ ബോഡിയാണ്. ഗ്രേ ബോഡി ആയതുകൊണ്ട് നമുക്ക് രണ്ട് സർഫസ് തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആയതുകൊണ്ട് വി ക്യാൻ കൺസിഡർ FG1 to 2 എന്ന ഫാക്ടർ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ FG1 to 2 എന്ന ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇറ്റ്സ് എ ഇക്വേഷൻ ഫോർ പാരലൽ പ്ലേറ്റ്സ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പ്ലേറ്റ്സ് തമ്മിലുള്ളതാണെങ്കിൽ എഫ് ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/1 മൈനസ് എമിസിവിറ്റി 1/എമിസിവിറ്റി 1 പ്ലസ് 1/F12. F12 എന്നാണ് ഷേപ്പ് ഫാക്ടർ. ഓക്കെ, പ്ലസ് 1 മൈനസ് എമിസിവിറ്റി 2/എമിസിവിറ്റി 2 ഇൻറ്റു A1/A2. ശ്രദ്ധിക്കുക, ദിസ് ഈസ് ദ ഗ്രേ ഫാക്ടർ ഫ്രം ദ സർഫസ് 1 to 2. അതുകൊണ്ടാണ് ആദ്യം എമിസിവിറ്റി ഓഫ് 1 വന്നു, ആദ്യം എമിസിവിറ്റി ഓഫ് 1 വന്നു, ദെൻ എമിസിവിറ്റി ഓഫ് 2 ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഏരിയ. ഓക്കെ, അപ്പം ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഏരിയ വേണം. ഫസ്റ്റ് ഏരിയ വി ആർ 5 into 5, സെക്കൻഡ് ഏരിയ ഇസ് 5 into 2.5. നമ്മളൊരു സിംഗിൾ വാളേ എടുക്കുന്നുള്ളൂ. ദെൻ അതിനുശേഷം അറ്റ് ലാസ്റ്റ് നമുക്ക് 4 വാളും കൺസിഡർ ചെയ്യാം. അപ്പം ആദ്യം ഞാൻ സിംഗിൾ വാളിൻ്റെ ഏരിയ മാത്രം എടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിന് ശേഷം അപ്പോൾ ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇനി നമുക്കിത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എമിസിവിറ്റി ഓഫ് 1ഉം എമിസിവിറ്റി ഓഫ് 2ഉം ഉണ്ട്, ഏരിയ ഉണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് F12, ദാറ്റ് ഇസ് ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കണം. നമുക്ക് ഷേപ്പ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ മീൻസ് ഓഫ് എ ദെൻ ഇനി നമുക്ക് വേണ്ട വാല്യൂസ് എന്ന് പറഞ്ഞാൽ P1 W1 ആൻഡ് PWT. ദാറ്റ് ഇസ് PW1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സാച്ചുറേഷൻ പ്രഷറിലുള്ള സാച്ചുറേഷൻ ടെമ്പറേച്ചറുള്ള പ്രഷറാണ് PW1. രണ്ടാമതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പാർഷ്യൽ പ്രഷർ. ഓക്കെ, ഇവാപ്പറേഷൻ റേറ്റ് ടൈമിലുള്ള പാർഷ്യൽ പ്രഷർ. സോ ആദ്യം 21 ഡിഗ്രി സെൽഷ്യസിൻ്റെ സാച്ചുറേഷൻ പ്രഷർ നമുക്ക് ഡേറ്റ ബുക്കിൽ നിന്ന് കണ്ടുപിടിക്കാം. ദെൻ ആ ഡേറ്റ ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം MW ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, HMPയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു ഏരിയ 0.5 into 0.62 into PW1 minus PW2. ഞാനതിനെ ബാർ എന്ന് പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്തു. ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വി വിൽ ഗെറ്റ് ദിസ് മച്ച് കിലോഗ്രാം പെർ സെക്കൻഡ് ഇൻറ്റു 3600 ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 0.3125 കിലോഗ്രാം പെർ അവർ. ഓക്കെ, ഇതാണ് നമ്മുടെ മാസ് ഫ്ലോ അല്ലെങ്കിൽ ഇവാപ്പറേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Last question, a vessel contains a binary mixture of oxygen and hydrogen with a partial pressure ratio of 0.15 and 0.85 at 18 degrees Celsius. Okay, the total pressure of the mixture is 1.2 bar and calculate the molar concentration, mass density, mass fraction and molar fraction. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു വെസൽ 2 ഗ്യാസ് ഉണ്ട്, ഓക്സിജൻ ഗ്യാസ് ഉണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്. രണ്ടിൻ്റെയും പാർഷ്യൽ പ്രഷർ റേഷ്യോ 0.15 ആൻഡ് 0.85 ആണ്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോളാർ കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ CO2, that is molar concentration of oxygen is equal to pressure, partial pressure of oxygen divided by RT. Partial pressure എങ്ങനെ കണ്ടുപിടിക്കും? Total pressure into that ratio, that is 1.2 into 10 raised to 5 into 0.15 divided by R into T. അത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? molar concentration of oxygen കിട്ടി. Similarly, molar concentration of hydrogen, it is hydrogen, I will not, it is hydrogen. Okay, CH2 is P hydrogen divided by RT, that is 1.2 into 10 raised to 5 into 0.85 into 8314 into 291 temperature. Then we will get the molar concentration of hydrogen. Okay, അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് ഡെൻസിറ്റി. ദെൻ രണ്ടാമത് വെച്ചിരിക്കുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് നോർമൽ റേഡിയേഷൻ. ഇൻറ്റൻസിറ്റി ലബേർട്ട് കൊസൈൻസ് ലോ വെച്ചിട്ട് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ IBN ആണ്, ദാറ്റ് ഈസ് ഇൻ നോർമൽ ഡയറക്ഷൻ, ദാറ്റ് ഈസ് EB by പൈ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ EB നമ്മൾ എടുക്കേണ്ടത് ദാറ്റ് ഈസ് റേറ്റ്
പെർ ഏരിയയാണ് എടുക്കേണ്ടത് ഇ ബി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇ ബി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇ ബി ഈസ് ഈക്വൽ ടു സ്റ്റീഫൻ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഇസ് സിഗ്മ ഇൻറ്റു ടി റൈസ് ടു 4 മാത്രം മതി. ഏരിയ വേണ്ട, കാരണം നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് നോർമൽ റേഡിയേഷൻ്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്, ഏരിയ വേണ്ട. സോ ഇ ബി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ടി റൈസ് ടു 4 ഡിവൈഡ് ബൈ പൈ ചെയ്യുമ്പോൾ we will get the intensity of radiation 10.483.11 watt per meter square. Then last question is monochromatic wavelength. Okay, sorry, MC power ഏതാണ് മാക്സിമം വേവ് ലെങ്ത്? മോണോക്രോമാറ്റിക് വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് സിഗ്മ മാക്സ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 2898 ന്യൂ മീറ്റർ കെൽവിൻ ബൈ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. അപ്പം then last one, that is molar fraction MO2 is equal to concentration of O2 divided by total concentration. അപ്പോൾ നമുക്ക് ടോട്ടൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് ഓൾറെഡി നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജനും ഹൈഡ്രജനും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്യുക. ദെൻ ആഡ് ചെയ്യുമ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു മോളാർ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഡിവൈഡ് ബൈ ടോട്ടൽ കോൺസെൻട്രേഷൻ. ദെൻ ഹൈഡ്രജൻ ഈസ് concentration of hydrogen divided by total concentration. ഒരു ഈസി കൺസെപ്റ്റ് ആണ്, ബട്ട് 2-3 പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക്. സോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ആൻഡ് ഡു ദ പ്രോബ്ലംസ്. ഓക്കെ, താങ്ക് യു. നമ്മൾ എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. താങ്ക് യു.